സംസ്ഥാനത്ത് കുറച്ചു കാലം മുമ്പ് മാത്രം കേട്ടു തുടങ്ങിയ പുതിയൊരു തട്ടിപ്പ് രീതി. കൊല്ലം സ്വദേശിക്ക് നഷ്ടമായത് 40 ലക്ഷം രൂപയാണ്. അത്രത്തോളം ആഴവും വ്യാപ്തിയുമുള്ള ഈ തട്ടിപ്പ് രീതി എന്താണ്? എങ്ങനെയാണ് സാധാരണ മനുഷ്യരെ ഈ തട്ടിപ്പ് സംഘം കുരുക്കുന്നത്? റിപ്പോർട്ടിലേക്ക്. സൈബർ ട്രാപ്പിന്റെ പല കാണാക്കഥകൾ മലയാളി കേട്ടിട്ടുണ്ട്. പുതിയൊരെണ്ണം പാർസൽ തട്ടിപ്പ്. കഴിഞ്ഞ കുറച്ച് മാസത്തിനിടയിൽ കേരളത്തിൽ നിന്ന് തട്ടിയെടുത്തത് ലക്ഷങ്ങളാണ്. നിങ്ങൾ അയച്ച പാർസലിൽ ലഹരി മരുന്ന് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ബന്ധപ്പെടൽ അക്കൗണ്ടിലെ ലക്ഷങ്ങൾ കവരും. കൊല്ലം സ്വദേശിയാണ് പരാതിക്കാരൻ. കുറച്ചു ദിവസം മുൻപ് ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഒരു കൊറിയർ കമ്പനിയുടെ കസ്റ്റമർ സർവീസ് സെന്ററിൽ നിന്നാണെന്ന് പരിചയപ്പെടുത്തി. മുംബൈയിൽ നിന്ന് തായ്ലൻഡിലേക്ക് നിങ്ങൾ അയച്ച പാർസലിൽ 200 ഗ്രാം MDMA ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഫോണിന്റെ മറുതലക്കിൽ നിന്ന് കേട്ടപ്പോൾ കൊല്ലം സ്വദേശി ഞെട്ടി. തന്റെ അക്കൗണ്ട് നമ്പർ, ഫോൺ നമ്പർ, ക്രെഡിറ്റ് കാർഡ് എന്നിവ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കൂടി കേട്ടതോടെ ആകെ ആശങ്ക. മനസാവാച സംഭവത്തെക്കുറിച്ച് അറിയാത്ത പരാതിക്കാരൻ താനല്ല പാർസൽ അയച്ചതെന്ന് പറഞ്ഞു. കൂടാതെ പോലീസിൽ പരാതി നൽകുമെന്നും പറഞ്ഞു. എന്നാൽ ആ ഡാർക്ക് നെറ്റ് തട്ടിപ്പ് സംഘം അടവ് മാറ്റി. മുംബൈ പോലീസിലാണ് പരാതി നൽകേണ്ടതെന്നും മുംബൈ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ വിളിക്കുമെന്നും പറഞ്ഞു. മുംബൈ സൈബർ ക്രൈം സെൽ ഉദ്യോഗസ്ഥനെന്ന് പരിചയപ്പെടുത്തിയ ഒരാൾ സ്കൈപ്പിൽ പ്രത്യക്ഷപ്പെട്ടു. വിർച്വൽ അറസ്റ്റ് ആണെന്ന്, അതായത് ഓൺലൈനായി അറസ്റ്റ് ചെയ്തെന്ന് ഭീഷണിപ്പെടുത്തി. കൂടാതെ പുതിയൊരു ആരോപണം കൂടി. കൊല്ലം സ്വദേശിയുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് 13 സ്ഥലങ്ങളിൽ തീവ്രവാദികൾ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. ഇതോടെ സത്യം തെളിയിക്കാൻ എന്തും ചെയ്യാമെന്ന അവസ്ഥയിലായി കൊല്ലം സ്വദേശി. അക്കൗണ്ടിലെ പണം നിയമവിധേയമാണോ എന്നറിയാൻ ഫിനാൻസ് വകുപ്പിന്റെ സോഫ്റ്റ്വെയറിൽ പരിശോധിക്കണമെന്നും നിയമവിധേയമാണെങ്കിൽ പണം തിരിച്ചു നൽകുമെന്നും പോലീസ് ചമഞ്ഞെത്തിയവർ പറഞ്ഞു. തുടർന്ന് തട്ടിപ്പ് സംഘം നൽകിയ അക്കൗണ്ടിലേക്ക് പരാതിക്കാരൻ 40,30,000 രൂപ ഓൺലൈനായി അയച്ചു നൽകി. ശേഷം വിളിച്ചവരുടെ ഒരനക്കവും ഇല്ലാതായതോടെയാണ് തട്ടിപ്പ് മനസ്സിലായത്. നിന്ന നിപ്പിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ചിലർ ചേർന്ന് 40 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്തു. കൊല്ലം ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി. പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ അവസ്ഥ കൊല്ലം സ്വദേശിയായ പരാതിക്കാരന് മാത്രമല്ല, നമ്മളിൽ ആർക്കും പറ്റാം. കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ഇതേ രീതിയിൽ തിരുവനന്തപുരം സ്വദേശിക്ക് ലക്ഷങ്ങൾ നഷ്ടമായത്. കഴിഞ്ഞില്ല, ഒരു കണക്ക് കൂടി പറയാം. സംസ്ഥാനത്ത് കഴിഞ്ഞ 8 വർഷത്തിനിടെ സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചത് 11 ഇരട്ടിയാണ്. ഹണി ട്രാപ്പും മണി ട്രാപ്പും അടക്കം പലത്. ഇതിലൊക്കെ പെട്ട് ജീവൻ നഷ്ടമാക്കിയവരും നിരവധി. ഡൽഹി, മുംബൈ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു വലിയ സംഘം കേരളത്തെ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയാകുന്നവർ ഒട്ടും വൈകരുത്. പ്രതികളിലേക്ക് പോലീസിനെത്താനുള്ള ഗോൾഡൻ അവർ കഴിയും മുൻപ് പോലീസ് കൺട്രോൾ റൂമിൽ വിവരം അറിയിക്കണം. നമ്മളെ ഒരിക്കലും ബാധിക്കുന്നൊരു വിഷയമല്ല ഇതെന്ന് കരുതരുത്. ഒരു നാൾ ആ സംഘം നിങ്ങളെയും തേടി വരാം. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം.